ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ ആ പിടിക്കുന്ന സമയം അത്രയും നിന്റെ പാപം പുറത്തു വരും. ഇതുപോലെ വേറൊരു അമല് നീ പറഞ്ഞതാ. ഈ സ്വർഗത്തിലേക്ക് അള്ളാഹു ആദം നബിയെ പടച്ചു കയറ്റിവിട്ടു. ആദം നബി അലൈഹിസ്സലാമ സ്വർഗത്തിലൂടെ ഇങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കാം. അള്ളാഹു ചോദിക്കുന്നു, ആദമേ, എന്താ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റി നിനക്ക്? ഇത്രയെല്ലാം ഞാൻ തന്നിട്ട് ഒരു സന്തോഷമില്ലാത്ത എന്താ? ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞു, ഉത്തര പടച്ചോനെ, എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായത്, ഇതാണ് ജീവിതം. ഇവിടെ സ്വർഗത്തിൽ കൂടെ നടന്ന ആദം നബിക്ക് അത് കിട്ടിയിട്ട് മതിയായില്ല. അള്ളാഹു ഇണയെ കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇതാ ജീവിതം എന്ന് പറഞ്ഞ സ്വർഗമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ നിനക്കറിയാഞ്ഞിട്ടാ. നീ ഹജറുൽ അസ്വദ് മുത്തന്റെ പാപം പൊറുക്കണമെങ്കിൽ ഹജറുൽ അസ്വദ് മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുക്കുന്നവന്റെ പാപം പൊറുക്കൂല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ